ഇപ്പൊ എന്താ ഉണ്ടായത്? അതിനിപ്പോ എന്താ? നമ്മൾ പ്രതീക്ഷ തന്നെയല്ലേ. അവൻ എന്തായാലും വെളിയിൽ വരും. വന്ന എന്ത് ചെയ്യാനാ? പേടിക്കണ്ട അച്ഛാ, ഞാനുണ്ട്. അതാ എന്റെ പേടി. നിന്നെ എനിക്ക് പേടി. നിനക്കറിയില്ല, അവനെ പറ്റി ശരിക്കും നിനക്കറിയില്ല. എന്നെ പറ്റി അച്ഛന് ശരിക്കും അറിയാവുന്നല്ലേ. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ ആവണ്ട അച്ഛാ. നമ്മളെ അവൻ ഒന്നും ചെയ്യില്ല. നടക്കാൻ പാടില്ല. ജന, നീ എങ്ങനെ കഴിയേണ്ടവനാ? ഇന്നത്തെ നിന്റെ അവസ്ഥയോ? എനിക്ക് ഇങ്ങനെയെങ്കിലും ജീവിക്കണമെന്നുണ്ട്. എന്താ നീ മിണ്ടാത്തെ? നിനക്ക് വേണ്ടിയോ? ആരാ ഇത് വെച്ചത്? ഞങ്ങള് തന്നെയാ. പച്ച കള്ളാണട്ടാ. ഞാൻ നിക്കുമ്പോ തന്നെ കള്ളം പറയണില്ലേ? ഇവരെ കൊണ്ടൊരു പുല്ല് പോലും പറിക്കാൻ പറ്റില്ല. ഇവരാണ് കല്ല് വെക്കാൻ പോണത്. ഞാനാ ചെയ്തത്. ഇതെവിടെ വെക്കാനാ പോകുന്നു? എവിടെ വെക്കണത്? ഇവിടെ വെക്കണം. അത് ഇവിടെ വെക്കണം. ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. അയ്യോ, എടുക്കടാ അത്. അതിനെന്തിനാ ഇങ്ങനെ അടിക്കണത്? എടുക്കടാ. ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. എന്താ തമാശ കളിക്കുക? ഞങ്ങളല്ല, മണി. മണിയോ? മേഖല. മണിമേഖല. ഇതെനിക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിയാണ് ബോംബെന്ന് വന്നത്. അയ്യോ, എന്റെ പേരാ അത്. ഇഷ്ടായോ? അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ വിളിച്ചാ മതി. എന്ത് വിളിച്ചാലും എനിക്കിഷ്ട. മണി മേഖല. സ്വീറ്റ് നെയിം അല്ലേ? അല്ല, എന്നെ വിട്ടേക്ക്. വേണ്ട, നീ വിചാരിക്കുന്നത് നടക്കില്ല. ഇനി ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്താ പല്ല് കാണില്ല. മനസ്സിലായോ? വേഗം എടുത്ത് മാറ്റടാ. മാറ്റി. എല്ലാം നിങ്ങൾ കാണാ. അപ്പോഴേ പറഞ്ഞ ഞാൻ. ഒരു പെണ്ണ് ഇങ്ങനെ പിറകെ വരുമ്പോ ഒരല്പമെങ്കിലും ചിരിച്ച് 4 വാക്ക് സംസാരിച്ച എന്താ പ്രശ്നം? പെണ്ണെന്ന് പറഞ്ഞ പൂ പോലെയാ, അതറിയില്ലേ? പൂ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവോ? നിനക്കെന്ത് പൂവാ ഇഷ്ടം? വളരെ അത്യാവശ്യം. എനിക്കൊരു പൂ ഇഷ്ടം. ഏതാന്ന് പറയട്ടെ? കൊഴുപ്പ്. അല്ല, സൂര്യകാന്തി പൂ. എനിക്ക് ഒത്തിരി 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 ഇഷ്ട. എന്താന്നറിയോ? നിനക്കെങ്ങനെ അറിയാനാ? ഞാൻ പറയാം. സൂര്യനെ കണ്ടതും അത് വിടരാൻ തുടങ്ങും. സൂര്യൻ എങ്ങോട്ട് പോയാലും അത് തല തിരിച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. സൂര്യൻ അസ്തമിച്ച അത് ഉടനെ വാടിപ്പോവും. എന്നെ പോലെ. നിന്നെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷ. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ വരാൻ എനിക്ക് തോന്നുന്നു. നിന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്കത് വലിയ വിഷമാ. ഇവരൊക്കെ എന്നെ കളിയാക്കുക. എപ്പോ നോക്കിയാലും ഭയങ്കര വർത്താനായിരുന്നല്ലോ, ഇപ്പോഴെന്താ ഓമിയെ പോലെന്ന്. എപ്പോ? ഇപ്പോഴോ? അത് ശരി. ബി സീരിയസ്. എന്റെ അടുത്ത് വേണ്ട. നീ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ. അറിയാം, നീ മനുഷ്യനെ അല്ല, മൃഗ, പിശാശ്. ഇല്ലെങ്കിൽ ഈ പാവത്തിനോട് ഇങ്ങനെ പെരുമാറോ? പറ. പോ, എവിടം വരെ പോവും? നമുക്ക് കാണാലോ. നീ എത്ര വലിയവരാണെങ്കിലും ശരി, നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഐ ലവ് യു മണിമേഖലയെന്ന്. നീ തീർച്ചയായും പറയും. നോക്കിക്കോ. അങ്ങനെ എനിക്കൊരു കാര്യം പിടികിട്ടിയില്ലട്ടാ. മോള് നാടൊക്കെ കറങ്ങണം എന്ന് പറഞ്ഞു വന്നതാ. ഇപ്പോഴാ മനസ്സിലായത് ആരെ കറക്കാൻ വേണ്ടി വന്നതാണെന്ന്. അയ്യോ, ഞാനൊരു അഡ്വൈസ് തന്നാലേ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിട്ട്. നീ മിണ്ടരുത്. ഇവളെ എന്തിനാ ഏട്ടാ കോളേജിൽ പഠിക്കാൻ വിടുന്നത്?
നമ്മുടെ മുമ്പിൽ അവൻ ആരാ? ഇവക്കെന്താ അവനോട് ഇത്രയും കാര്യം? നാട് മുഴുവൻ കേൾക്കുന്ന പോലെ വിളിച്ചു പറഞ്ഞത്. അവളിനി പഠിച്ചതൊക്കെ മതി, വേഗം കല്യാണം കഴിച്ച് അയക്കാൻ നോക്ക്. അല്ല മോനെ, നമ്മുടെ മോളെ പറ്റി നമ്മൾ തന്നെ കുറ്റം പറയാവോ? അവള് ടൗണിൽ പഠിച്ചതല്ലേ? ആൺപെൺ വ്യത്യാസമില്ലാതെ അവൾ എല്ലാവരോടും പെരുമാറുന്നത് കണ്ടിട്ട് എന്തു വേണേലും പറയാമെന്നാണോ? വല്യമ്മ ആ? ഓൾഡ് ജനറേഷൻ ആണെന്ന് വിചാരിച്ചത്, ഇത് ന്യൂ ആണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ല. ദിവാകര, അവക്കൊരു നല്ല ചെറുക്കനെ കണ്ടുപിടിക്കേ. ഒരു കാര്യം ചെയ്യ്, അളിയന് ഫോൺ ചെയ്തിട്ട് അവളിനി കോളേജിലേക്ക് വരുന്നില്ലെന്ന് പറ. അമ്മേ, നമ്മൾ സംസാരിച്ചതെങ്ങനെ അവൾ അറിഞ്ഞ പെറ്റ തള്ളയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എടാ, എന്നാ ആദ്യം അതങ്ങ് തീർത്തേക്കടാ, നിനക്കൊക്കെ പുണ്യം കിട്ടും. അല്ല വല്യമ്മേ, നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് പുണ്യം കിട്ടിയിട്ടുണ്ടാവും അല്ലേ എന്താ നീ അങ്ങനെ ഈ പറഞ്ഞു? നാട്ടിലെ ഇതുപോലെ രണ്ട് തന്റെയോടുള്ള ആൺമക്കളെ സംഭാവന ചെയ്തില്ലേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. നിനക്ക് ആ. സുകുമാരന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരാ, ദിവാകരന്റെ കയ്യിൽ നിന്നും കൂടെ മേടിച്ചോ. എടാ ദിവാകര, അയ്യോ, വേണ്ട. അവന്റെ ഒരു ചോദ്യം. എനിക്കൊരു പൂ ഇഷ്ട, സൂര്യകാന്തി. എനിക്കത് ഒത്തിരി 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 ഇഷ്ടമാ. അമ്മേ, എന്താ? ഈ ആഭരണങ്ങളെല്ലാം മണിമേലോട് ഇടാൻ പറ. ആ, ചെറുക്കന്റെ വീട്ടുകാർ വരുമ്പോഴേക്കും അവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച്. ആഹാ, നീ തന്നെ കൊണ്ട് കൊടുത്താ മതി. എന്താടാ പെട്ടെന്ന് പെണ്ണ് കാണാൻ വരുന്നു റെഡിയാവെന്ന് പറഞ്ഞ അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്താ അമ്മ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ആ? ഞാനെന്താ ഒന്നിനും കൊള്ളാത്ത ചെറുക്കനാണോ കാണുന്നത്? ആ. നല്ല ഒന്നാം തരം ഡോക്ടറാ. ഓ പിന്നെ. അമ്മ പറഞ്ഞാലേ അവള് കേൾക്കൂ. ചെല്ല്. ആ, 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 അല്ല, ഇരിക്കുന്നേ, അത് ഞാൻ എന്തിനാ വാശി പിടിക്കുന്നത്? ഇട്ട് വരാൻ പറ. അതേടാ, നീയൊക്കെ ഒരുക്കാൻ പറഞ്ഞാ ഒരുക്കണം, ഒരുക്കണ്ടെന്ന് പറഞ്ഞാ ഒരുക്കണ്ട. ഞാനെന്താ നിന്റെയൊക്കെ വേലക്കാരിയാണോടാ? അയ്യോ, ഇനി ആ പെണ്ണിന്റെ അടുത്ത് പോയി എങ്ങനെ അവതരിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എടീ മണി, 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 മണിമേഖലേ, എവിടെ പോയി അവള്? എന്നോട് പറയാതെ എങ്ങും പോവാറില്ലല്ലോ. എടി മോളെ, മണിമേഖലേ, എടി മക്കളെ, ധനലക്ഷ്മി. എന്താ അമ്മേ? അല്ല മോളെ, മണിമേഖലയെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്താ ഇല്ലെന്നോ? പെണ്ണ് കാണാൻ വരുന്നു, ഇത് ഒരുക്കാൻ വേണ്ടി നിന്റെ ഭർത്താവ് എന്നെ ഏൽപ്പിച്ചതാ. ഇത് ആർക്കാ ഞാൻ കൊടുക്കേണ്ടത്? ആ പെണ്ണ് എവിടെ? എന്ത് പറയാൻ, അവളെ കാണുന്നില്ലടി. അയ്യോ മോളെ, മണിമേഖലേ, അയ്യോ ഞാനിപ്പോ എവിടെ പോയി നോക്കും? മണിമേഖലേ, അയ്യോ അയ്യോ, എടാ സുകുമാര, മോനെ സുകുമാര, സുകുമാര, എന്താ? ദാ മോനെ, മണിമേഖല ഒരു കത്ത് എഴുതി വെച്ചിട്ട് എങ്ങോട്ടോ പോയടാ. കത്തോ? ആ, അരി 1 ചാക്ക്, പഞ്ചസാര 5 കിലോ, ഉഴുന്ന് ഇത് പലചരക്ക് സാധനത്തിന്റെ ലിസ്റ്റാ. ഒറ്റ അവളുടെ കത്തല്ലേ? അപ്പൊ കത്ത് എഴുതി വെക്കാതാണല്ലോ അവള് വല്യമ്മേ, പോയിരിക്കുന്നത്. വല്യമ്മേ, വീട് മുഴുവൻ അന്വേഷിച്ചു നോക്കി, ഇവിടെ എങ്ങും കാണുന്നില്ല. എവിടേക്കാ പോയെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടിന്റെ അകത്താണോ ആ, ശരി, പുറത്ത് പോയി ശരി. അന്വേഷിക്കടാ. എത്ര വിഷമം ഉണ്ടാവും. പോയിക്കളഞ്ഞു. പോടാ. പോകാൻ വഴിയില്ല. എവിടെ പോയിട്ടുണ്ടാവും? അവൾ എങ്ങും പോവില്ല. അവൾ എന്റെ രക്ത. ഈ നാട്ടിൽ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. അവൾ അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അവിടെ പോകാൻ വഴിയുള്ളൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവന്റെ വീട്ടിൽ കയറി നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. മിണ്ടാതിരിക്കട, വീട്ടിൽ കയറി പരിശോധിക്കാനോ? അവൾ അവിടെ ഇല്ലെങ്കിലോ എന്ത് ചെയ്യും? അല്ലെങ്കിൽ തന്നെ വഴക്കാ. ഏട്ടാ, എടാ, നീ നന്നായിട്ട് അന്വേഷിക്കേ. അവൾ അവിടെ തന്നെ ഉള്ളതെന്ന് തെളിഞ്ഞ പിന്നെ ഞാൻ നോക്കിക്കോളാം. ഡാ, മുതലാളി, അവൾ എവിടെയുള്ളതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേ. കൂടി ആരുണ്ടെങ്കിലും വെട്ടി വീഴ്ത്തി അവളെ കൊണ്ടുവരണം. ഓ ഇടപെട. മുരുക, എന്റെ പഴനി മുരുക, ഞാൻ വിചാരിച്ചതുപോലെ നടക്കണേ ഭഗവാനെ. എന്റെ പേരക്കുട്ടിയെ ഇവരുടെ കൈ പെടാതെ നോക്കണേ. ഇവന്മാരുടെ എല്ലാം കണ്ണു പൊട്ടക്കണ്ണാക്കി മാറ്റിയേരെ. എന്റെ പേരക്കുഞ്ഞിനെ ഇവരുടെ കൈ കിട്ടരുത്. കറക്റ്റായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേക്ക് മുരുക. മുരുക, 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 മുരുക. പൊന്നമ്പലം വീട്ടിലിരിക്കുന്ന അയ്യപ്പനെ വിളിക്കാതെ പളനിയിലിരിക്കുന്ന മുരുകനെ വിളിക്കണ എന്തിനാ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ,
മുരുക മുരുക മുരുക, മുരുക 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 ഇത്രയും കാലം നിന്നെ പറ്റി ഒരു അനാവശ്യം പോലും പറയാത്ത എനിക്കിട്ട് ഈ വല്യമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി തരേണ്ട വല്ല കാര്യമുണ്ടോ മുരുക? നിനക്ക് അയ്യോ! മോളെ ദേവയാനി, എന്റെ പേരക്കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ ഇനി വരില്ലേ? എല്ലാം നല്ല ഭംഗിയായിട്ട് മംഗളകരമായിട്ട് നടക്കുമല്ലോ. മുത്തശ്ശി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഭംഗിയായിട്ട് നടക്കും. അവൾ ഇപ്പൊ വരുമെന്നേ കേട്ടോ. ആ. പിന്നല്ല മുരുക. ഉം. ഉം, 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 ഉം. മോനെ, നമസ്കാരം. മോനെ, നിന്നെ ഞാൻ എന്റെ സ്വന്തം മോനെ പോലെയാ കാണുന്നത്. അതുകൊണ്ടാ നിന്നെ അന്വേഷിച്ചു വന്നത്. അല്ലെങ്കിൽ തന്നെ ഈ നാട് നീ കാരണം രണ്ടു ചേരിയില്ല. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നാ ഞങ്ങള് പെണ്ണുങ്ങളാ. ഞങ്ങള് പേടിച്ചാ ജീവിക്കുന്നത് മോനെ. ഏത് സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്ത് പ്രശ്നമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പേരക്കുട്ടിയെ കാണുന്നില്ല മോനെ. അവളെ ഈ നാടിന്റെ മുക്കിലും മൂലയിലും ഒക്കെ അരിച്ചു പെറുക്കി മോനെ. എവിടെയും അവളെ കാണുന്നില്ല. എന്റെ മക്കൾക്ക് നിന്നെയാ സംശയം. അവള് നിന്റെ പുറകെ നടക്കുന്ന കാര്യം എങ്ങനെയോ അവര് മനസ്സിലാക്കി. അവര് അന്വേഷിക്കാത്തത് നിന്റെ വീട് മാത്രമാ. തെറ്റിദ്ധരിക്കല്ലേ മോനെ. ഒരുപക്ഷെ അവളവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞയക്കരുതെന്ന് ഞാൻ പറയില്ല. അവള് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നൊന്ന് പറഞ്ഞാ മതി. അവള് ഭാഗ്യം ചെയ്തവളാണെന്ന് വിചാരിച്ച് സന്തോഷമായിട്ട് ഞാൻ പൊയ്ക്കോളാം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാ. സാരമില്ല, ധൈര്യമായിട്ട് പോയിക്കോളൂ. നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ പേരക്കുട്ടിയും വീട്ടിലെത്തിയിരിക്കും. അവള് നല്ല പെണ്ണാ മോനെ. എപ്പോഴും നിന്നെ പറ്റി തന്നെയാ അവളുടെ സംസാരം. അയ്യോ, ഇവിടെ എന്താ പണി? അവളെ അന്വേഷിച്ച് വന്നതാ ഞാൻ. നിങ്ങൾ അന്വേഷിച്ചൊക്കെ മതി. മാനം പോയി. ചെറുക്കന്റെ വീട്ടുകാരോട് കാത്തിരിക്കാം. വണ്ടി കയറ്, അപ്പുറത്ത് പോയി കയറ്. കേറിക്കോളാം. അയ്യോ, മോളെ, മോള് ശരിയായ സ്ഥലത്ത് തന്നെയാ വന്നിരിക്കുന്നത്. മോൾ ഇവിടെ വന്നത് അറിയാതെ സുകുമാരൻ മുതലാളിയും ദിവാകരൻ മുതലാളിയും കൂടി നാട് മുഴുവൻ മോളെ അന്വേഷിച്ച് അരിച്ചു പെറുക്കുന്നുണ്ടാവും. എന്നാ മോൾ ഇവിടെയുള്ള കാര്യം അവരെങ്ങനെ അറിയാനാ? അഥവാ അവരറിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റൂ? അവരിങ്ങെത്തും മുമ്പ് നമ്മുടെ ആള് വരില്ലേ? പറഞ്ഞു നാവെടുത്തില്ലതേ, ആളിങ്ങെത്തി. വന്നട്ടെ. എനിക്കൊന്നും അറിയില്ല. മോളാണ് ഒറ്റയ്ക്ക് രാവിലെ തൊട്ട് നമ്മുടെ ഈ പാടത്ത് വന്നിരുന്നത് അങ്ങ് നിന്നെ കാണാൻ വേണ്ടി. വെയിലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ഞാനൊരു കൂട്ടിന് വന്നതാ. അല്ല, മോളുടെ ഭാഗത്ത് ന്യായമുണ്ട്. അത് സത്യോ? ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്ക. നല്ല തീരുമാനം. ഇത്രയും വലിയ അന്യായോ? ടെൻറ്റഡായി. ഒളിച്ചോടുന്ന എത്ര റിസ്ക് ആണെന്നറിയോ? എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ കൊടുങ്ങും. അതാ ഇത് എടുത്തോണ്ട് വന്നത്. ഇവിടുന്ന് റൈറ്റ് 20 കിലോമീറ്റേഴ്സ് പോയാൽ കർണാടക, ഇവിടുന്ന് 600 കിലോമീറ്റേഴ്സ് പോയാൽ ആന്ധ്ര. എവിടെ പോവാന്ന് പറ. ഏയ്, ബോംബെ പോയാലോ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ സിറ്റി. ശരി, അത് വേണ്ടെങ്കിൽ പോട്ടെ. ആഗ്രേ പോവാം. യമുന നദിക്കരയില് ദൂരെ താജ്മഹൽ കാണുന്ന തരത്തില് ബ്യൂട്ടിഫുൾ ആയ ഒരു വീട്. അവിടെ ഞാൻ, നീ, വേറെ ആരുമില്ല. നമ്മള് രണ്ടുപേരും മാത്രം സന്തോഷമായി ജീവിക്കാം. എന്ത് പറയുന്നു? എന്താ നീ ഒന്നും പറയാത്തെ? ശരി, ഇന്ത്യയിൽ വേണ്ടെങ്കിൽ ഫോറിനിൽ പോവാം. ഷിക്കാഗോയില് ഗണപതി അമ്പലം ഇപ്പൊ പണിതതാ. അവിടെ വെച്ച് കല്യാണം. എന്തു പറ്റി? ശരി, ന്യൂസിലാൻഡിൽ പോവാം. മൈഗ്രേഷൻ ഒക്കെ ഭയങ്കര എളുപ്പാ. എല്ലാ ഹീറോയിൻസ് അവിടെ സോങ് എടുക്കാൻ വരുന്നത്. നമുക്കും ഡാൻസ് ചെയ്യാം, പാടാം. പാസ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. പണത്തിനെ പറ്റിയൊന്നും ആലോചിക്കണ്ട, ഞാൻ ഏറ്റവും എല്ലാം. ഇതെന്റെ മുത്തശ്ശിയുടെ കാലത്തെ ആഭരണം. ഒരു ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ച പൈസക്ക് നോ പ്രോബ്ലം. എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ശരി,
നീ തന്നെ തീരുമാനിച്ചു പറ. നീ എവിടെ വിളിച്ചാലും ഞാൻ വരും. നരകത്തിലേക്കാണെങ്കിലും അവിടെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. കാരണം അറിയോ, നീ ഉണ്ടാവില്ല എന്റെ കൂടെ. പറ, എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ കാണാൻ പോവല്ലേ? ഇത് ഞങ്ങളുടെ ഏരിയ അല്ലേ? എന്റെ വീട് ഇവിടെ അടുത്താ. ഇങ്ങോട്ട് എന്തിനാ വന്നേ? വിട്, വണ്ടി വിട്. എന്റെ അച്ഛൻ നിൽക്കുന്ന കണ്ടില്ലേ? ഇങ്ങോട്ട് എന്തിനാ ഇപ്പൊ വന്നേ? വേഗം വണ്ടി എടുക്ക്, പോവാ. ഇറങ്ങ. ഞാൻ അറിഞ്ഞില്ലോ. അയ്യോ, എന്താ ഇവൻ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത്? ആവശ്യപ്പെട്ടതല്ലേ കൊണ്ടുവന്നു. മതിയല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയമില്ലല്ലോ അല്ലേ? എന്നോട് ദേഷ്യം തോന്നിയേക്കാം, വെറുപ്പുണ്ടാവും, അത് ന്യായമാ. എന്നാ സംശയിക്കത്തക്ക രീതിയിൽ ഞാൻ പെരുമാറില്ല. നീ വലിയ സത്യവാനെ പോലെ സംസാരിക്കാതെ. ഒന്നൂരത്തെ കൊച്ചു പെണ്ണെ കടത്തിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ എല്ലാരും അന്വേഷിച്ച് കണ്ടപ്പോ ഭയന്നിട്ടല്ലേ കൊണ്ടുവന്ന് വിട്ടത്. ഭയം? ഭയോ? എനിക്കറിയാത്ത വാക്കാ നിങ്ങൾ ഈ പറയുന്നത്. ആരോടും പറയാതെ ഇറങ്ങിപ്പോയിട്ട് നിന്ന് പ്രസംഗിക്കുന്ന കണ്ടില്ലേ? അവളെ കുറ്റം പറയണ്ട. എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാ. ഈ പ്രായത്തിൽ എല്ലാ പെൺപിള്ളേരും ഇങ്ങനെ തന്നെയാ. മറ്റുള്ള കാര്യങ്ങൾ എന്തു പറയുന്നു? മറ്റത് എന്ത് പറയാനാ? പയ്യന് ഹോസ്പിറ്റലിൽ കെട്ടിക്കൊടുക്കാൻ സമ്മതിച്ചിരിക്കുന്നതല്ലേ. ബാക്കിയുള്ള ശ്രീധരത്തിന്റെ കാര്യം അവർക്കറിയാം. ഡോ, ഈ വീട്ടിൽ കയറി ഒന്ന് പെണ്ണ് ചോദിക്കാൻ നിലയും വിലയൊക്കെ വേണം. ഈ വീടിന്റെ ശത്രുവാണെന്ന് വിചാരിച്ചോ? കണ്ടവന്മാർക്കൊക്കെ കയറി ഒന്ന് ഭരിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് ശരി, എല്ലാം നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. എന്നാൽ എനിക്കറിയുന്നൊരു ചെറിയ കാര്യം, ഇവിടെ എന്ത് വാങ്ങണമെങ്കിലും കാശ് കൊടുത്തേ വാങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു മകനുണ്ടെന്നുള്ള ധൈര്യം. സ്ത്രീധനം വാങ്ങിയിട്ട് പെണ്ണിനെ വാങ്ങാൻ അല്ലേ? സ്ത്രീ എന്ന് പറയുന്നത് 10 മാസം ചുമന്ന് പ്രസവിച്ച് ഈ ഭൂമിയെ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ദൈവ മഹാശക്തിയ. ആ ലക്ഷ്മിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുക വേണ്ടത്. കന്നുകാലികളാണെങ്കിൽ പ്രശ്നമില്ല, അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ. ഇതൊരു പെണ്ണിന്റെ ജീവിതം. കാശുണ്ടെന്ന അഹങ്കാരത്തിൽ നശിപ്പിക്കരുത്. നിനക്കെന്താ അതിൽ കാര്യം? നീയാണ് അവളെ കെട്ടാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പെണ്ണ് മതിയെന്ന് ഞാൻ വിചാരിച്ച വീട്ടിൽ കയറി വന്ന് ഇറക്കിക്കൊണ്ടുപോകും. ആരും ഒന്നും ഏട്ടാ, ഇവൻ നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ടാ വെല്ലുവിളിച്ചിട്ട് പോയത്. ഇവനെ വെറുതെ വിട്ടാ ശരിയാവില്ല. ഇല്ലടാ, വിടില്ല. വെല്ലുവിളിച്ചിട്ട് പോയതാ. കാണിച്ചു കൊടുക്കാവനെ.